ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു വീഡിയോ ഇന്ന് ഇടാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാട്ടോ ഈ വീഡിയോയ്ക്ക് എന്താ പറയുന്നത് ഇൻട്രോ ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഒരു ഇൻട്രോ എടുക്കാനായിട്ട് കേട്ടോ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിരുന്ന ഈ ഒരു കോലത്തിൽ പെട്ടെന്നൊരു ഇൻട്രോ എടുക്കുന്നത്. ആക്ച്വലി ഞാൻ തലേദിവസം ഒരു 2 ദിവസം മുമ്പ് ഒരു മെയിൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ കസിൻ ആഗ്നസ് തിരിച്ച് ബോംബെയിൽ പോയി. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലും അവൾ ബോംബെ പോകുന്ന അന്നത്തെ ദിവസത്തെ അവളെ തിരിച്ചു കൊണ്ടുവിടുന്നതും അവളുടെ കരച്ചിലും വിഷമങ്ങളും അങ്ങനെയൊക്കെ അടങ്ങിയ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് പോയോ. അങ്ങനെ ആഗ്നസ് പോകുന്ന ദിവസം വന്നെത്തി കേട്ടോ. അവൾ 20-ാം തീയതി തിരിച്ച് ബോംബെയിൽ പോയേ. ഞാനാണെങ്കിൽ അവൾ ബോംബെ പോകുന്നതിൻ്റെ തലേ ദിവസത്തെ അവൾ കടയിൽ കൊണ്ടുപോയി സാധനം മേടിക്കുന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എല്ലാവരും കൂടെ പാക്കിങ്ങിന് ഇരിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ആർക്കും ബോംബെ പോകാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ലാലിയമ്മച്ചയൊക്കെ ഇപ്പോൾ നമ്മൾ 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ ഇപ്പോൾ 2:30 മണിക്കും ആ സാധനങ്ങളൊന്നും പാക്ക് ചെയ്യാതെ ഇങ്ങനെ കുത്തിയിരിക്കുക കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ ആദൂട്ടൻ ഈ വന്ന് പറയുന്നത്, അമ്മ എനിക്കും ബോംബെ പോകണം, നാട്ടിൽ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, എനിക്കിവിടെ ബോറടിക്കും, ആഗ്നസ് ചേച്ചി എനിക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ആദു വാശി പിടിക്കരുത്, സ്കൂളിൽ പോകണം, പഠിക്കണം, പഠിച്ച് വലുതാവണം എന്നൊക്കെ ഞാനിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അവൻ പറയുന്നത് ഇല്ല ഞാൻ പോകുന്നൊക്കെയാണ്. ഈ പെട്ടി എടുക്കാൻ നേരം സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ നോക്കിയപ്പോൾ ആദ്യം പെട്ടിയിൽ ഞാൻ കണ്ടത് കൊച്ചുള്ളി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കൊച്ചുള്ളിയും കൊണ്ട് എന്തിനാണ് ലാലിയും വെച്ച് ബോംബെയിലോട്ട് പോകുന്നത്, മേ ബി ചിലപ്പോൾ വില വ്യത്യാസം എന്തെങ്കിലും കാണും കേട്ടോ. പിന്നെ ബോംബെയിലോട്ട് നാട്ടിൽ നിന്ന് വന്ന് പോകുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് കാണുന്നതെന്ന് ഏകദേശം എല്ലാവർക്കും ഊഹിക്കാമല്ലോ. ഇങ്ങനത്തെ സാധനങ്ങളും ചട്ടി പാത്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ആദൂട്ടൻ അവരുടെ പെട്ടിയുടെ അടുത്ത് പോയി നിൽക്കും കേട്ടോ വിഷമത്തിൽ. ഞാൻ പറഞ്ഞല്ലോ അവനോട്, നീ പോകുന്നില്ല, കുഞ്ഞിന് പഠിക്കാൻ പോകണം, സ്കൂളിൽ പോകണം, വെക്കേഷൻ ഓണം ആകുമ്പോൾ ഞാൻ വിടാമെന്നൊക്കെ പറഞ്ഞ കേട്ടോ ഇങ്ങനെ നിർത്തിയേക്കുന്നത്. പക്ഷേ അവനതൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. അവനിപ്പോൾ എല്ലാവരും പോകുമ്പോൾ അവനും കൂടെ പോകുന്നൊക്കെ ഉള്ളൊരു ചിന്തയിലായിരിക്കുന്നത്. അങ്ങനെ ഞാനും പോയി റെഡിയായി കേട്ടോ. നമ്മൾ വൈകിട്ട് 4:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 6 മണിക്കായിരുന്നു ഇവർക്ക് ട്രെയിൻ. അപ്പോൾ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമോ സത്യം പറഞ്ഞ ആഗ്നസ്, അവൾക്ക് പോകണമെന്നേ ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കരയും ഇപ്പോൾ ചിരിക്കും എന്നുള്ള രീതിയിൽ കേട്ടോ ആഗ്നസ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും റെഡിയായിട്ട് വന്നിട്ട് ലാലിയമ്മിച്ച് പ്രാർത്ഥിക്കാനിരുന്നു കേട്ടോ, യാത്ര പോയല്ലേ. അപ്പോൾ ആ പ്രാർത്ഥന കണ്ടിട്ടോ കേട്ടോ ആദൂട്ടൻ ചിരിക്കുന്നത്. ഞാൻ അവനെ ഡ്രസ്സ് മാറ്റി റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ട് ഒരുക്കിയപ്പോൾ അവൻ്റെ വിചാരം ഞാനും അങ്ങ് ബോംബെക്ക് പോകും അവരുടെ കൂടെ എന്നാണ്. അങ്ങനെ ആഗ്നസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ആഗ്നസ് യാത്ര പറയും കേട്ടോ, ഡോറാമയും ടോഫിയും. സത്യം പറഞ്ഞാൽ അവർക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഈ മിണ്ടാപ്രാണികളുടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും അറിയുന്നത്. അങ്ങനെ ആദൂട്ടൻ കണ്ട് അവളുടെ ബാഗൊക്കെ ഇട്ട് ആദ്യമേ ഇറങ്ങിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ വിചാരം അവൻ ബോംബെ പോകുന്നത് കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇവിടുത്തെ പട്ടിക്കുട്ടികളൊക്കെ കിടന്ന് ഭയങ്കര കുര കേട്ടോ, അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ. അങ്ങനെ എല്ലാവരും വണ്ടി കയറി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കൊരു ബോധമില്ലാതെ കേട്ടോ ഞാൻ വണ്ടി കയറിയതും എടുത്ത് എൻ്റെ റീല ഇവിടെ അല്ലായിരുന്നു. കാരണം എനിക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അവൾ പോകുന്നത്. ഇനി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു ഒറ്റപ്പെട്ട മൂകത, വീട്ടിലെ ആരുമില്ല, എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊരു സ്വഭാവമുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അവർ കിടന്ന റൂമൊക്കെ ഇങ്ങനെ നോക്കും, ആ റൂമിൽ പോയി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഞാൻ തന്നെ കരയും. എനിക്ക് അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ റൂമിൽ പോയി ഇങ്ങനെ ഞാൻ കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കും. കാരണം അവരിരുന്ന റൂമും അവരോട് നടന്ന സ്ഥലവും എല്ലാവർക്കും അങ്ങനെ മേ ബി കാണും. അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പം ഇത് എൻ്റെ ചാനലാണെങ്കിലും ഞാനിങ്ങനെ വീഡിയോ പിടിച്ച് നടക്കുന്നതുകൊണ്ട് എൻ്റെ ഫേസ് എൻ്റെ ചാനലിൽ വരുന്നത് വളരെ കുറവായിരിക്കും. അപ്പം ഞാൻ ഭയങ്കര വിഷമത്തിലാണെങ്കിലും ഞാൻ എൻ്റെ ഒരു ചെറിയ വീഡിയോ അവിടെ മൊബൈലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് തമാശ പറയല്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുമ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഈ ആഗ്നസിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. വീട്ടിൽ അനക്കവും പോയി, ആദൂട്ടൻ എന്തോ ഒരു ഒറ്റപ്പെട്ട പോലെ. അവനിവിടെ കളിക്കാൻ അങ്ങനെ അവൻ്റെ പ്രായത്തിലുള്ള പിള്ളേരൊന്നുമില്ല. അപ്പോൾ അവൻ ആ ഒരു വിഷമമായി. ഈ സ്കൂളിലാട്ടോ ഞാൻ റോണയും പഠിച്ചത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. കായംകുളത്തു നിന്നായിരുന്നു. ഏതോ ഒരു ട്രെയിൻ വന്നപ്പോൾ നിറച്ച ആൾക്കാർ അതിനകത്തു നിന്ന് ഇറങ്ങി. എനിക്കൊന്ന് എറണാകുളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോലി ചെയ്ത് ഡെയിലി പോയി വരുന്നവരൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മളൊരു പോട്ടറെ വിളിച്ചു കേട്ടോ. കാരണം അത്യാവശ്യം സാധനം ഉണ്ടായിരുന്നു ലാലിയമ്മച്ചിക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് 2ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നേ. അപ്പോൾ ഈ ലഗേജ് എടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളായിട്ട് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ പോട്ടറെ വിളിച്ചിട്ട് പോട്ടർ ഇങ്ങോട്ട് കൊണ്ട് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു, ട്രെയിനിൽ കയറ്റി തരും. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എടുക്കുക എൻ്റെ വ്ളോഗിൽ ഇടാമെന്ന് പറഞ്ഞപ്പോൾ ആഗ്നസ് എടുത്തതാണ്. ആക്ച്വലി ആ സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ക്ലിയർ അല്ല, എന്നാലും അതിവിടെ കിടക്കട്ടെ, അവൾ എടുത്ത് തന്നെയല്ലേ. അപ്പോൾ നമ്മൾ ഇടാതിരിക്കുന്ന മോശമല്ലേ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ വിഷമമാണെങ്കിലും ഞങ്ങളെല്ലാവരും അവിടെ മിൽമാഡ് ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു, കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. ഞങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമുണ്ട്, അതെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ആ വിഷമത്തിലൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ആദൂട്ടനും മമ്മി ഞങ്ങൾക്ക് പോയി ഐസ്ക്രീമൊക്കെ മേടിച്ചു തന്നു കേട്ടോ. അങ്ങനെ ആദൂട്ടൻ അത് ദേഹം ആക്കി. അപ്പോൾ ഞാൻ ആദൂട്ടനോട് പറയുന്നുണ്ടായിരുന്നു, നീ ഇവിടെ തന്നെ നിന്നോ, തിരിച്ചു വരണ്ട, നിൻ്റെ ദേഹം മൊത്തം ഐസ്ക്രീമാണ് കേട്ടോ. അങ്ങനെ ആദൂട്ടൻ്റെ ദേഹവും കാര്യങ്ങളൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ അനൗൺസ്മെൻറ്റ് കേട്ടത് വന്ദേ ഭാരത് അവിടെ വരുന്നുണ്ടെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ദേ ഭാരതിൽ കയറിയിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ വന്ദേ ഭാരതിലൊന്ന് യാത്ര ചെയ്യണം എന്നുള്ളത്. പക്ഷേ ടിക്കറ്റൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ ബുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നപ്പോഴാണ് ആഗ്നസിനൊക്കെ പോകാനുള്ള ട്രെയിൻ വരുന്നതെന്ന് അവിടെ അനൗൺസ് ചെയ്തത്. അപ്പോൾ തന്നെ വേണ്ട ഇവൻ ബാഗ് എടുത്ത് തോളെ തൂക്കിയിട്ടിട്ടുണ്ട് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. എന്താവുമെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. അങ്ങനെ ഇതേടെ
ദൂരേന്ന് ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലാലിയമ്മച്ച് മമ്മിക്ക് യാത്രയൊക്കെ പറയാം കേട്ടോ. ഇവർ ഓൾറെഡി ഒന്ന് കെട്ടിപ്പിടുത്തം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് വീഡിയോ കിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ് ലാലിയമ്മച്ച് ചിരിക്കുന്നത്. നമ്മുടെ പാവം ആഗ്നസ് കരയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനും ചിലപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കരഞ്ഞു പോകും. കാരണം അവൾ എന്ത് പാവം കൊച്ചെന്നറിയാം. അപ്പം മമ്മിക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പാവം മമ്മിയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. അവളുടെ ഫേവറേറ്റ് ആളാണ് അമ്മച്ചി. അമ്മച്ചിയുടെ പുറകേ ഇങ്ങനെ നടക്കും. മമ്മി വഴക്ക് പറഞ്ഞാൽ പോലും മമ്മിയുടെ പുറകേ പാവം. സത്യം പറയാമല്ലോ ഭയങ്കര വിഷമമായിരുന്നു. ആദൂട്ടൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നു കേട്ടോ. അങ്ങനെ അവരുടെ ട്രെയിൻ വന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നോക്കി നിൽക്കുമോ പോട്ടറിനെ വേണ്ടിയിട്ട്. പോട്ടർ വന്നിട്ട് വേണമല്ലോ സാധനങ്ങളെല്ലാം അകത്ത് കയറ്റാം. അല്ലെങ്കിൽ പാടല്ലേ കുഞ്ഞിനെയും കൂടെ അതൊക്കെ അകത്ത് കയറ്റാനായിട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ട്രെയിൻ ഇവിടെ നിർത്തലേ മുമ്പോട്ട് പോകണേ, അങ്ങനെ നടക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുമല്ലോ. അങ്ങനെ പോട്ടർ വന്നു കേട്ടോ സാധനം എടുത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ സീറ്റ് നമ്പറൊക്കെ ചോദിക്കുവാണ് നമ്മളെടുത്ത് വന്നിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു കർത്താവ് ഇതങ്ങ് വിട്ട് മിന്നി പോണേ, അല്ലെങ്കിൽ ഈ ട്രെയിനിൽ കേടായി പോണേ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പോട്ടർ വന്ന് സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് ലാലിയമ്മച്ചും കുഞ്ഞുമൊക്കെ കയറാൻ നിന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആദൂട്ടൻ എൻ്റെ കൈ പിടിച്ച് പുറകോട്ട് വലിക്കും കേട്ടോ. കാരണം അവന് പുറകോട്ടല്ല മുമ്പോട്ട്, അവന് ആ ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് അതിൻ്റെ അടുത്ത് കൊണ്ട് നിർത്താൻ എനിക്ക് ഭയങ്കര പേടി. ആൾക്കാരെല്ലാം ധൃതി പിടിച്ച് കയറുമല്ലേ. അപ്പം ഞാൻ അവനെയും പിടിച്ചുകൊണ്ട് കുറച്ച് ബാക്കിലോട്ട് കേട്ടോ മാറി നിന്നത്. പിന്നെ ഈ വീഡിയോയിൽ കുറച്ച് ക്ലിയർ കുറവെന്ന് പറഞ്ഞാൽ ഞാനൊരു കവർ മേടിച്ച് ഈ ഫോണിന്. അപ്പോൾ അതിൻ്റെ കവർ ആ ക്യാമറയായിട്ട് കുറച്ച് മറഞ്ഞായിരിക്കുന്നത്. അങ്ങനെ ആഗ്നസും കാര്യങ്ങളൊക്കെ കൊച്ചുമൊക്കെ ഇത് ട്രെയിനിൽ കയറി. അവർ ട്രെയിൻ മൂവ് ആയപ്പോൾ എൻ്റെ ദൈവമേ ഞങ്ങളുടെ നെഞ്ച് പടയാൻ തുടങ്ങി എന്നുള്ള സത്യം പറയാമല്ലോ. മമ്മിയുടെ ഒക്കെ മുഖം കണ്ടോ ആ പാവ ആദ്യവിട്ടൻ റിലേ കട്ടായ പോലെ. സത്യം പറഞ്ഞ് ഞാൻ വിചാരിച്ചു അവൻ കരഞ്ഞു. പക്ഷേ എന്താ ഒരു സ്റ്റക്കായ രീതിയിൽ കേട്ടോ ആദ്യവിട്ടം നിന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു കേട്ടോ. അപ്പോൾ പോകുന്ന വഴി മമ്മിക്ക് തലവേദന എടുത്തിട്ട് ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ബജ്ജിയൊക്കെ മേടിച്ച് കഴിച്ചാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ദേവണ്ട ആകെ ഒരു ശൂന്യത. അങ്ങനെ ലീ ചേച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഗ്നസ് അവിടെ വന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു ചെറിയ വീഡിയോ എടുത്ത് അയച്ചു തരണേന്നേ. അപ്പോൾ ചേച്ചി എടുത്ത് തന്ന വീഡിയോ കേട്ടോ. അങ്ങനെ അവർ വസായിൽ എത്തി കേട്ടോ ഇന്നലെ രാത്രി 11:30 ആയപ്പം. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി അവിടെ എത്തുമ്പം അന്ന് ഇറങ്ങി ഒരു ചെറിയ ക്ലിപ്പിങ്സ് എനിക്ക് എടുത്ത് തരണേ വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ ചേച്ചി എടുത്ത് തന്നേ കേട്ടോ. അപ്പോൾ അവർക്ക് സന്തോഷമായി ആഗ്നസ് അവിടെ ചെന്നിറങ്ങിയപ്പോൾ. പിന്നെ അവളെ നമുക്കിനി പിടിച്ച് നിർത്താൻ പറ്റത്തില്ലല്ലോ, കൊച്ചിന് സ്കൂളിലും കാര്യങ്ങളൊക്കെ പോകണമല്ലോ. അങ്ങനെ അവൾ അവിടെ സന്തോഷമായിട്ട് സേഫായിട്ട് എത്തി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.